നമസ്കാരം. നമസ്കാരം. തത്വമയി പ്രേക്ഷകർക്ക് വീണ്ടും ചിന്തകനും പ്രഭാഷകനുമായ കെ.വി. രാജശേഖരൻ സാറുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയിലേക്ക് സ്വാഗതം. ഈ വിഷയം വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. പക്ഷേ നമ്മുടെ മലയാളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ മറ്റൊരു രീതിയിലാണ്, അതായത് യാഥാർത്ഥ്യത്തിൻ്റെ എതിരെ നിൽക്കുന്ന വസ്തുതാപരമായ കാര്യങ്ങളല്ലാതെ വസ്തുതാവിരുദ്ധമായിട്ടുള്ളൊരു രീതിയിലാണ് ഈ വിഷയം അവതരിപ്പിച്ച് കാണാറ്. വിഷയം മറ്റൊന്നുമല്ല, ഈ പൊതുപരീക്ഷ നടത്തിപ്പ് രീതികളെ ഭേദഗതി ചെയ്യുന്ന, ഒരുപക്ഷെ പൊളിച്ചെഴുതുന്ന ഒരു ബില്ല്, വളരെ ശക്തമായിട്ടുള്ളൊരു ബില്ല് ലോക്സഭയിൽ ഇന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ 2 ദിവസങ്ങളിലായി അവതരിപ്പിച്ച് ചർച്ച ചെയ്ത് പാസ്സാക്കിയിരുന്നു. ആ ചർച്ചകളിൽ നമ്മുടെ കോൺഗ്രസിൻ്റെ ഒരു രാജകുടുംബമുണ്ട്. ആ രാജകുടുംബത്തിലെ 2 അംഗങ്ങളുടെ പ്രകടനം, ആ പ്രകടനങ്ങളെ മലയാള മാധ്യമങ്ങൾ വിലയിരുത്തിയത് പ്രേക്ഷകരിൽ പലരും കണ്ടു കാണും. തത്വമയി ന്യൂസ് തന്നെ ഈ വിഷയത്തെ സംബന്ധിച്ച് നിരവധി വീഡിയോകൾ ചെയ്തിരുന്നു. എന്നാൽ കെ.വി. രാജശേഖരൻ സാറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ വിഷയങ്ങളിൽ പലപ്പോഴും നമ്മൾ കാണാത്ത പല വീക്ഷണകോണുകളും അദ്ദേഹത്തിന് കാണുവാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ ഒരു ലോകപരിചയം, അറിവ്, ആ അറിവും ലോകപരിചയവും വെച്ചിട്ടുള്ള കാര്യത്തിൽ ഇത്തരത്തിലുള്ള പ്രകടനങ്ങളുടെ ഒരു വിശകലനമാണ് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. ആദ്യം വിശകലനത്തിനെടുക്കുന്ന വിഷയം പ്രിയങ്ക ഗാന്ധിയാണ്. കാരണം ആദ്യത്തെ ദിവസത്തെ ചർച്ചയിൽ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് പ്രധാനമായി സംസാരിച്ച നേതാക്കളിൽ ഒരാൾ പ്രിയങ്ക ഗാന്ധിയാണ്. ഗൗരവ് ഗൊഗോയ് സംസാരിച്ചിരുന്നു. ഗൗരവ് ഗൊഗോയുടെ മറ്റൊരവസരത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം. അത് ഇത്രയും ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ലാത്തതുകൊണ്ട് മറ്റൊരവസരത്തിൽ നമുക്ക് നോക്കാം. പ്രിയങ്ക ഗാന്ധിയുടെ പ്രസംഗവും അതിൽ പറഞ്ഞ കാര്യങ്ങളും അതിനുള്ള ചില മറുപടികളോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു പ്രഭാഷണത്തിൻ്റെ വിശകലനങ്ങളോ സാറിനോട് തന്നെ ചോദിക്കാം. സാറിലേക്ക് പോകാം. ഒരിക്കൽ കൂടി നമസ്കാരം സാർ, സ്വാഗതം. സാർ, ഈ ലോക്സഭയിൽ അങ്ങ് കണ്ടു കാണുമെന്ന് എനിക്കറിയാം. നമ്മൾ സ്വകാര്യമായി സംസാരിച്ചപ്പോൾ അങ്ങ് പറഞ്ഞിരുന്നു, കൃത്യമായിട്ട് തന്നെ അങ്ങ് അത് കണ്ടിരുന്നു എന്ന്. പ്രിയങ്ക ഗാന്ധിയുടെ ലോക്സഭയിലെ പ്രസംഗം ആദ്യമായിട്ട് മൊത്തത്തിലൊരു ഉപരിപ്ലവമായി അങ്ങ് എങ്ങനെ അതിനെ വിലയിരുത്തുന്നു? എത്ര മാർക്കിടും? 100-ൽ എത്ര മാർക്കിടും അങ്ങ് അതിന്? അതിന് മാർക്കിടുന്നത് ചോദിച്ചാൽ ഒരു കാര്യം പറയാനുണ്ട്. ആ ബില്ലിനെ കുറിച്ചുള്ള ചർച്ച എന്ന് പറയുമ്പം ബില്ലായിരിക്കണം വിഷയം. തീർച്ചയായിട്ടും ആ ബില്ലിനെക്കുറിച്ച് ചർച്ചയെക്കുറിച്ച് സംസാരിക്കുക ചെയ്തിട്ടില്ല. അതെ. അതായത് പരീക്ഷയ്ക്ക് പങ്കെടുക്കാത്ത, പേപ്പർ എടുത്തിട്ട് ഒന്നും എഴുതാത്തൊരു കുട്ടിക്ക് എത്ര മാർക്ക് കൊടുക്കണം എന്ന് അങ്ങ് തീരുമാനിക്കട്ടെ, പ്രേക്ഷകർ തീരുമാനിക്കട്ടെ. കാരണം ആ വിഷയത്തെക്കുറിച്ച് പ്രിയങ്ക ഒന്നും സംസാരിച്ചില്ല. പ്രിയങ്ക അവിടെ മാത്രമല്ല, പൊതുവെ സ്വീകരിച്ചിരുന്നൊരു ശൈലിയുണ്ട്. ആ ശൈലി എന്താന്ന് പറഞ്ഞാൽ, നമ്മുടെ നാട്ടിൻപുറത്തുള്ളൊരു കാര്യം പറയും. നാട്ടിൽ നല്ലൊരു തടിയാശാരി ഉണ്ടായിരുന്നു. എല്ലാവരും കേട്ടിട്ടുള്ള സംഭവമായത്. ആ തടിയാശാരി മരിക്കാറായപ്പോൾ മകനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, എനിക്ക് നാട്ടിൽ നല്ല പേരാ ഉള്ളത്, നല്ല ആശാരി എന്ന് പറഞ്ഞ് നാട്ടുകാരെല്ലാം എന്നെ അംഗീകരിച്ചിട്ടുണ്ട്. നിന്റെ ഓരോ പ്രവൃത്തി കഴിയുമ്പോഴും നാട്ടുകാരെന്നെ ഓർക്കണം എന്ന് ആശാരി മകന് നിർദ്ദേശം കൊടുത്തു. മകൻ മരിച്ചു, അച്ഛൻ മരിച്ചു. മകനായി അടുത്ത നാട്ടിലെ മൂത്താശാരി. അതുവരെ നന്നായിട്ട് പണിയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അതിനുശേഷം ഒരു മേശ പണിതാൽ അതിൻ്റെ കാലിന് ലേശം നീളം കുറച്ച് വെക്കും. കസേര പണിതാൽ അത് ഉറപ്പിക്കുകയല്ല, ഇളക്കി വെക്കും. കട്ടിൽ പണിതാൽ അവിടെ എന്തെങ്കിലും അതായത് കട്ടിലിങ്ങനെ ഒരു കാലിലും നീളക്കുറവായിരിക്കും. ഇങ്ങനെയൊക്കെ ആയപ്പോൾ നാട്ടുകാർ ചോദിച്ചു, ഏതാ നീ നല്ല പയ്യനാണല്ലോ, നീ ആ മൂത്താശാരിയുടെ കൂടെ ഇരുന്ന് പണിയുമ്പോൾ ഞങ്ങൾ കണ്ടതാണല്ലോ, നീ നല്ല പണിക്കാരനാണല്ലോ, ഇപ്പോൾ എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അതെ, അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞായിരുന്നു, നിന്റെ ഓരോ പ്രവൃത്തി കാണുമ്പോഴും നാട്ടുകാർ എന്നെ ഓർക്കണം, അതിനാണ് ഞാനിങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞാൽ, പ്രിയങ്ക ചെയ്യുന്ന ഓരോ പ്രവൃത്തി കഴിയുമ്പോഴും അത് പ്രിയങ്കയ്ക്കും രാഹുലിനുള്ള കുഴപ്പമാണ്. ആളുകൾ അപ്പൂപ്പനെയും അച്ഛനെയും ഒക്കെ പറയിപ്പിക്കണം. രാജീവിനെ ഓർക്കണം, ഇന്ദിരയെ ഓർക്കണം, നെഹ്റുവിനെ ഓർക്കണം. അങ്ങനെ ആ ഒരു തരത്തിൽ ചെയ്യുമ്പം ഒന്നിനൊന്ന് അഹങ്കാരത്തിൻ്റെ ഭാവത്തിൽ സംസാരിച്ചു പോകുന്നത് പ്രിയങ്കയുടെ ഒരു ശൈലിയാണ്. അങ്ങ് ഓർക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല, സ്മൃതി ഇറാനി അമേത്തിയിലെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചപ്പം ആരോ ചെന്നിട്ട് സ്മൃതി ഇറാനിയെക്കുറിച്ച് പ്രിയങ്കയ്ക്കുള്ള അഭിപ്രായം ചോദിച്ചു. പറഞ്ഞ മറുപടി ഇതാണ്, സ്മൃതി ഇറാനി ആരാ ഈ സ്മൃതി ഇറാനി എന്ന് പറഞ്ഞുള്ള അവഹേളനം. എന്ന് പറഞ്ഞാൽ നെഹ്റുവിന്റെ കുടുംബത്തിൽ പറഞ്ഞ ഞങ്ങളൊക്കെ മതി രാജ്യത്ത്, ഇവിടെ ഈ സ്മൃതി ഇറാനി ആരാണ്? ആ ചോദ്യമാണ്
ആ ചോദ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അന്ന് സ്ഥാനാർത്ഥിയാണ് ചെവിയിൽ എത്തെടുത്താണ് സ്മൃതി ഇറാനി അമേഠിയിൽ നിന്ന് തോറ്റിട്ട് പോലും അവിടെ കേന്ദ്രത്തിൽ മന്ത്രിയാക്കുകയും ആ മന്ത്രിസ്ഥാനം വഹിച്ചുകൊണ്ടിരിക്കുന്ന 2019 ഇലക്ഷന് മത്സരിച്ച് രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തുന്നതിന് വരുത്തിയത്. പ്രിയങ്കയുടെ അഹങ്കാരത്തിനൊരു സൂചനയാണ്. ഇത് പ്രിയങ്കയുടെ മാത്രം കുഴപ്പമല്ല. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, സ്വാഭാവികമായിട്ട് ഓർക്കുന്നത് ഇന്ദിരയാണ്. ആ ഇന്ദിരയുടെ ഒരു കാര്യം ഞാൻ പറയാം. 1964 ലാൽ ബഹദൂർ ശാസ്ത്രി പ്രധാനമന്ത്രിയായി. നെഹ്റുവിന് ശേഷം ഇന്ദിരയ്ക്കുള്ളിൽ ആഗ്രഹമുണ്ടായിരുന്നു. ആ സ്ഥാനം ലഭിക്കാത്തതിന് ഇന്ദിര പറഞ്ഞൊരു വാചകമുണ്ട്, ഖർക്കാൻ നൗക്കർ പ്രധാനമന്ത്രി ബൻഗയ. ഇതൊക്കെ ചരിത്ര രേഖകളിലുള്ളതാണ്. ഖർക്കാൻ നൗക്കർ പ്രധാനമന്ത്രി ബൻഗയ എന്ന്. വീട്ടിലെ ജോലിക്കാരൻ, വേലക്കാരൻ പ്രധാനമന്ത്രിയായി എന്ന് ലാൽ ബഹദൂർ ശാസ്ത്രിയെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞ ഇന്ദിരയുടെ കൊച്ചുമകൾ ഇങ്ങനെ പറഞ്ഞില്ലെങ്കിലല്ലേ അതിശയിക്കാനുള്ളത്. ഇനി ഇന്ദിരയ്ക്കപ്പുറം ജവഹർലാൽ നെഹ്റുവിലേക്ക് പോകാം. അത് പറയുമ്പം എനിക്ക് നിങ്ങളൊരു പുസ്തകം കാണിക്കാനുണ്ട്, ഡീകോളനൈസിങ് ദി ഹിന്ദു മൈൻഡ്സ് ബൈ ഡോക്ടർ കോൺറാഡ് എൽസ്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ 568 പേജിൽ ഒരു പരാമർശമുണ്ട്. ആ പരാമർശം ഇതാണ്: ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായിട്ടിരിക്കുമ്പം അദ്ദേഹത്തിൻ്റെ വസതിയായിരുന്ന ത്രിമൂർത്തി ഭവന്റെ വാതുക്കൽ കർപ്പത്രി മഹാരാജ് എന്ന് പറയുന്ന സ്വന്തം കയ്യിൽ കൊള്ളുന്ന ഭക്ഷണം മാത്രം കഴിച്ച് ഉപജീവനം നടത്തിക്കൊണ്ടിരുന്ന ഒരു സാധു സന്യാസി അദ്ദേഹത്തോടൊപ്പമുള്ളവരെയും കൂട്ടിക്കൊണ്ട് അവിടെ ഒരു സഹന സമരം നടത്തി തിരുമൂർത്തി ഭവന്റെ വാതുക്കൽ. ആ സഹന സമരം നടത്തിയെടുത്തോട്ട് ആ സമര പന്തലിലേക്ക് ജവഹർലാൽ നെഹ്റുവും അദ്ദേഹത്തിൻ്റെ സഹോദരി വിജയലക്ഷ്മി പണ്ഡിറ്റിനെയും കൂടെ ചെന്നു. നെഹ്റു സഹോദരിയും കൂട്ടിയാണ് ചെന്നത്. സ്വാഭാവികമായും എന്തെങ്കിലും നല്ലത് പറയാനായിരിക്കും എന്ന് കരുതി കർപ്പത്രി മഹാരാജ് മുന്നോട്ട് നീങ്ങി. ആ മുന്നോട്ട് നീങ്ങിയ ആ സാധു സന്യാസിയുടെ കർപ്പത്രി മഹാരാജിൻ്റെ കാരണത്തടിക്കുകയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ചെയ്തത്. അഹങ്കാരത്തിൻ്റെ ആൾ രൂപത്തിൽ നല്ലേ അങ്ങനെയൊന്ന് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. അത് മനസ്സിലാക്കിയ, അതിന് സാക്ഷിയായിരുന്ന അമേരിക്കയിലെ പ്രമുഖനായ പത്രപ്രവർത്തകൻ പറഞ്ഞത്, ഇവിടെ ഇത് നടന്നു, എൻ്റെ രാജ്യത്ത് അമേരിക്കയിൽ അമേരിക്കയുടെ പ്രസിഡന്റ് ആണെങ്കിൽ പോലും ഇങ്ങനൊരു തോന്നിവാസം ചെയ്യുന്നതിന് ആ ഡാഷിനെ ബിയിൽ ആരംഭിക്കുന്ന ഒരു 4 അക്ഷര വാക്ക് പറഞ്ഞുകൊണ്ടാണ് അമേരിക്കൻ പത്രപ്രവർത്തകൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. സീതാറാം ഗോയലിൻ്റെ പുസ്തകത്തിലും മറ്റും അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പറഞ്ഞു, അങ്ങനെ അമേരിക്കയിൽ ആ ഒരു ബി ഡാഷിനെയും അങ്ങനെ ചെയ്യാൻ അനുവദിക്കുകയില്ല എന്ന് അമേരിക്കൻ പത്രപ്രവർത്തകരോട് പറയിപ്പിച്ചുവെങ്കിൽ പ്രിയങ്കയുടെ അപ്പൂപ്പൻ നെഹ്റുവിൻ്റെ അഹങ്കാരം എത്രയുണ്ടെന്ന് നിങ്ങൾക്ക് വ്യക്തമാവില്ലേ? ഇനി വേണ്ട, അച്ഛൻ രാജീവ് ഏതാണ്ട് അടുത്ത കാലത്ത് ചരിത്രം എന്നൊക്കെ അറിയാം. ആ ഒരു പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ഡി അഞ്ജയ്യെ ഹൈദരാബാദ് വിമാനത്താവളത്തിൽ വെച്ച് അവഹേളിപ്പിച്ച് കരയിപ്പിച്ച അഹങ്കാരത്തിൻ്റെ ആൾരൂപമായിരുന്നില്ലേ രാജീവ്? സോണിയയുടെയോ അല്ലെങ്കിൽ പ്രിയങ്കയുടെ ഭർത്താവ് റോബർട്ടിൻ്റെയോ അതുമല്ലെങ്കിൽ രാഹുലിൻ്റെ കാര്യമൊന്നും പറയുകയും വേണ്ട. അതൊക്കെ അവരുടെ ആ പാരമ്പര്യത്തിലുള്ള, കുടുംബ പാരമ്പര്യത്തിലുള്ള അഹങ്കാരത്തിൻ്റെ സൂചനകളാണ് നൽകുന്നത്. ഇനിയും പാർലമെന്റ് സംഭവിച്ചത് പറഞ്ഞു കഴിഞ്ഞാൽ അതും കൂടെ പറയണ്ടേ? തീർച്ചയായിട്ടും. കാരണം പാർലമെൻറ്റിലെ പ്രത്യേകമായിട്ട് സാറ് തന്നെ പറഞ്ഞു, ഈ വിഷയവുമായിട്ട്, ഈ ബില്ലുമായിട്ട് ബന്ധപ്പെട്ട യാതൊരു വിഷയവും പ്രിയങ്ക ഗാന്ധി സംസാരിച്ചില്ല, സ്പർശിച്ചതേ ഇല്ല. പകരം ഈ നീറ്റ് സംബന്ധിയായിട്ട് പ്രധാനമന്ത്രി നേരിട്ട്
ഒരു ഹൈ പവർ ടാസ്ക് ഫോഴ്സിനെ നിയമിച്ചിട്ടുണ്ട്. ആ ടാസ്ക് ഫോഴ്സിലെ അംഗങ്ങളെ ഒരാൾ ബിസിനസ്സുകാരൻ നന്ദൻ നീലക്കനി ആയിരിക്കും പറഞ്ഞത്. രണ്ടാമത്തെ ആൾ IIT മദ്രാസിൻ്റെ ഡയറക്ടറായിട്ടുള്ള വി കാമകോടി. അദ്ദേഹത്തിനെ ഗോമൂത്ര എക്സ്പേർട്ട് എന്നാണ് പ്രിയങ്ക ഗാന്ധി അഭിസംബോധന ചെയ്തത്. പ്രിയങ്ക ഗാന്ധി അല്ല, വാദ്ര എന്ന് തന്നെ പറയണം. ഗാന്ധി എങ്ങനെയായെന്നുള്ളത് പ്രിയങ്ക വാദ്ര അഭിസംബോധന ചെയ്തത്. അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു? വി കാമകോടി ആരാണെന്നുള്ളത് പ്രേക്ഷകർക്ക് പലർക്കും അറിയണമെന്നില്ല. അദ്ദേഹം ഒരു സ്ഥിരമായിട്ട് പൊതുമണ്ഡലങ്ങളിൽ അങ്ങനെ പ്രത്യക്ഷപ്പെടുന്നതല്ല. ഈ പ്രിയങ്കയുടെ അഹങ്കാരമോ ഒന്നുമില്ലാത്തൊരു വ്യക്തിയാണ്. അങ്ങനെ അതിനെ എങ്ങനെ നോക്കിക്കാണും? ഞാൻ രണ്ട് കാര്യത്തെക്കുറിച്ചും പറയാം. ആദ്യം നന്ദൻ നീലക്കനിയുടെ കാര്യം. അതെ, അദ്ദേഹത്തിൻ്റെ ശാസ്ത്ര സാങ്കേതിക വിദ്യയിലുള്ള ആ പ്രാവീണ്യം മനസ്സിലാക്കിയിട്ടാണല്ലോ ഈ പ്രിയങ്കയുടെ അമ്മ ഭരിച്ച കാലത്ത്, സോണിയ ഭരിച്ച കാലത്ത് മൻമോഹൻ സിംഗിനെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് പ്രിയങ്കയുടെ അമ്മ സോണിയ ഭരിച്ച കാലത്ത് ആധാർ ഇംപ്ലിമെന്റേഷന് വേണ്ടിയിട്ട് പ്രത്യേക പദവി കൊടുത്ത അതോറിറ്റിയുടെ ആളാക്കി നിയോഗിച്ചത് നന്ദൻ നീലക്കണിയായിരുന്നു. നല്ല ആളുകളെ എവിടെയാണെങ്കിലും അവരെ സ്വീകരിക്കുന്ന മനോഭാവം ഉള്ളതുകൊണ്ട് നരേന്ദ്രമോദി സർക്കാരിന് ഇത് നേരത്തെ സോണിയയുടെ കാലത്തെ ആളാണ് സ്വീകരിക്കാതിരുന്നില്ല. അതിനത്രയും മതി. ഇൻഫോസിസിന്റെ നാരായണമൂർത്തിയോ നന്ദൻ നീലക്കണിയൊക്കെ അവരുടെ ശാസ്ത്രബോധം പ്രിയങ്കയ്ക്ക് അറിയാമെങ്കിൽ പോത്തിന് ഏത്തവാഴ അറിയാമോ എന്ന് ചോദിക്കുന്നതാണ് കറക്റ്റായ ചോദ്യം. തീർച്ചയായിട്ടും അവർക്കൊക്കെ അർഹിക്കുന്ന ചോദ്യം അതാ. അത് തന്നെ ഡോക്ടർ കാമകോടിയുടെ കാര്യത്തിലും അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ പശ്ചാത്തലം, ആ ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ ഉൾപ്പെടെയുള്ള അറിവിൻ്റെ പശ്ചാത്തലം, അതൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അദ്ദേഹം നേടിയിട്ടുള്ള അത്ര ഡിഗ്രികൾ, നടത്തിയിട്ടുള്ള അത്ര പേപ്പർ പ്രസന്റേഷൻ, കൈകാര്യം ചെയ്തിട്ടുള്ള വിഷയങ്ങളുടെ തുല്യമായി നോക്കുമ്പം പ്രിയങ്കയുടെ കാര്യം വിട്ടാരെ. മൈക്രോ പ്രോസസർ ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചെടുക്കുന്ന ശക്തി ഞാൻ ഡീറ്റെയിൽസിലോട്ട് പോകാത്തതുകൊണ്ടാണ്. കാരണം ആളുകൾക്ക് അവൈലബിൾ ആണ്, പത്രത്തിലും അവൈലബിൾ ആണ്. ഞാൻ എൻ്റെ ചോദ്യം വേറൊന്നാണ്. പ്രിയങ്കയുടെ അപ്പൂപ്പൻ നെഹ്റുവും ജവഹർലാൽ നെഹ്റുവും രാജീവ് ഗാന്ധിയും സഞ്ജയ് ഗാന്ധിയും ഇന്ദിരാഗാന്ധിയും അമ്മ സോണിയയും സഹോദരൻ രാഹുലും പ്രിയങ്ക സ്വയവും മറ്റേ റോബർട്ട് വദ്രയും ഉൾപ്പെടെ, റോബർട്ട് വദ്രയുടെ കുടുംബത്തിലുള്ളവരുൾപ്പെടെ ആർജിച്ച വിദ്യാഭ്യാസ യോഗ്യതയുടെ എത്ര മടങ്ങാണ് ഡോക്ടർ കാമകോടിക്കുള്ളതെന്ന് മനസ്സിലാക്കിയ ശേഷമാവട്ടെ അഹങ്കാരത്തിന്റെ ഭാഷ. തീർച്ചയായിട്ടും. അതോടൊപ്പം വേറൊരു കാര്യം കൂടെ പറഞ്ഞു. അവിടെ അവർക്കൊക്കെ കാണുന്ന ദോഷം എന്താണെന്നാ പറഞ്ഞേ? ഇവർക്കെല്ലാം ഗോമൂത്രം ഞാൻ പറയാം. ഗോമൂത്രത്തിന്റെ കാര്യം പറയുമ്പോഴേ, ഈ ഗോമൂത്രം പല കാര്യങ്ങളിലും പ്രതിരോധത്തിന് ഉൾപ്പെടെ ഉപകരിക്കുന്ന സാധനമാണ്, ഔഷധ ഗുണമുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് 2 US പേറ്റന്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതൊന്ന് അന്വേഷിക്കട്ടെ. പട്ടിയെ കൊല്ലരുതെന്ന് പറയുന്നവർ ശരി, പന്നിയെ തിന്നരുതെന്ന് പറയുന്നവർ ശരി. പക്ഷേ പശുവിനെ കൊല്ലരുതെന്ന് പറഞ്ഞു പോയെങ്കിൽ അവരെ ഏതാണ്ട് ഒഴിവാക്കേണ്ട സമൂഹമാണ് പോലും. അവർക്ക് ശാസ്ത്രീയ ബോധമില്ല പോലും. ചാണകസംഖികളാണ് അവർ, ചാണകസംഖികളാണ് പോലും. അങ്ങനെ പട്ടിയെ കൊല്ലുന്നവരും കൊല്ലരുതെന്ന് പറയുന്നവരും പന്നിയെ തിന്നരുതെന്ന് പറയുന്നവരും അടങ്ങുന്ന സമൂഹത്തിൻ്റെ താല്പര്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന പ്രിയങ്ക. നമുക്കറിയാം, പട്ടിയോടുള്ള സ്നേഹത്തിൻ്റെ കൂടുതൽ കൊണ്ടാണല്ലോ പ്രിയങ്കയുടെ കുടുംബത്തിൽ രാഹുല് ഇന്ന് അസാമിലെ മുഖ്യമന്ത്രിയായ ഹേമന്ത ബിശ്വാസ് ശർമ്മ എന്നപ്പം ആ കോൺഗ്രസ്സുകാരനെന്ന കാലത്ത് അദ്ദേഹം അവിടെ ചെന്നപ്പം പട്ടിക്ക് കൊടുത്ത ബിസ്ക്കറ്റിന്റെ ബാക്കിയെടുത്ത് തിന്നാൻ ഉള്ള സാഹചര്യം സൃഷ്ടിച്ചു വെച്ചത്. പട്ടി അവർക്ക് പ്രിയപ്പെട്ടതാണ്. പന്നിയെ വെറുക്കുന്നവരോട് അവർക്ക് സന്തോഷമാണ്. പക്ഷെ പശുവിന്റെ കാര്യത്തിൽ വരുമ്പം അവർ കട്ട എതിരാണ്. അതുകൊണ്ട് പശുവിന്റെ മൂത്രം പിന്നെ അവർക്ക് വെറുപ്പുള്ള ഒരു ആയിക്കോട്ടെ, അത് അവരുടെ കാര്യം, അങ്ങനെ ആവട്ടെ. പക്ഷെ അവരൊരു കാര്യം പറഞ്ഞതിനകത്ത്, ഈ പറഞ്ഞ 3 പേരെയും നിയോഗിച്ചതിന്റെ കാരണം എന്ന് പറയുന്നത് അവരുടെ RSS ബന്ധമാണെന്ന്.
എന്താ RSS ബന്ധം പാടില്ലേ? ശരിക്കും നല്ല വൃത്തിയായിട്ട് മുഖത്തടിച്ച മറുപടി അനുരാഗ് ഠാക്കൂർ കൊടുത്തു ലോക്സഭയിൽ തന്നെ. അവർക്ക് സംഘബന്ധം ഉണ്ടെങ്കിൽ എന്താണ്, രാഷ്ട്രീയ സ്വയം സേവക സംഘവുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ എന്താണ്? അതൊരു അഭിമാനമാണ്. നിങ്ങൾക്കും ബന്ധപ്പെടാം. നല്ല കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതിനുള്ള, നല്ല സംസ്കാരം ഉൾക്കൊള്ളുന്നതിനുള്ള അവസരം അത് പ്രദാനം ചെയ്യും. തീർച്ചയായിട്ടും ഞാൻ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിലെ ഇടതുപക്ഷവും എല്ലാം പറഞ്ഞ സംഗതിയായത്. സംഘികൾ വരുന്നു, സംഘികൾ എന്നുള്ള വിളി പോലും അംഗീകരിക്കാൻ തയ്യാറാവാത്ത ആളാണ് ഞാൻ. കാവ്യവൽക്കരണം നടക്കുന്നു. എന്താ കാവ്യക്ക് എന്താ കുഴപ്പം? സംഘബന്ധത്തിന് എന്താ കുഴപ്പമുള്ളത്? കമ്മ്യൂണിസ്റ്റ് ബന്ധം, ജിഹാദി ബന്ധം, നെഹ്റുവിൻ്റെ ആ കുടുംബ ബന്ധം, പാശ്ചാത്യ സംസ്കാരവുമായിട്ടുള്ള ആ ബന്ധമൊക്കെ ആകാമെങ്കിൽ ഈ പുസ്തകത്തിൽ പറയുന്ന പോലെ ഡീകോളനൈസേഷൻ ഓഫ് ഹിന്ദു മൈൻഡ് സാധിച്ചെടുത്ത് സ്വതന്ത്രമായി ചിന്തിക്കുവാനും ഭാരതത്തിൻ്റെ സാംസ്കാരിക ദേശീയതയോട് പ്രതിബദ്ധത പുലർത്തുവാനും തയ്യാറാവുന്ന അക്കാദമിക് സമൂഹത്തിലെയോ ശാസ്ത്രലോകത്തെയുള്ള പ്രതിഭകളെ രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വങ്ങളിൽ കൊണ്ടുവരുന്നതിൽ എന്താണ് തെറ്റ്? രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്ക് സംഘത്തിൻ്റെ പ്രചാരകന് രാഷ്ട്രീയത്തിൻ്റെ പ്രധാനമന്ത്രിയാകാം, രാഷ്ട്രത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയാകാം, ഗവർണർമാരാകാം. അത് ജനങ്ങൾ തീരുമാനിക്കുകയാണ്. കോടിക്കണക്കിന് ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന പ്രധാനമന്ത്രിക്ക് സംഘത്തിൻ്റെ പ്രചാരകനാകാമെന്നുണ്ടെങ്കിൽ അക്കാദമിക മികവ് കൊണ്ടും ശാസ്ത്ര സാങ്കേതിക മേഖലകളിലെ കഴിവ് കൊണ്ടും അവർക്ക് അർഹതപ്പെട്ടൊരു സ്ഥാനം അതൊരു സംഘപശ്ചാത്തലം ഉള്ളയാളിന് കിട്ടുന്നത് കൊണ്ടോ കൊടുക്കുന്നത് കൊണ്ടോ തെറ്റെവിടെയാ ഉള്ളത്? അതിന് പലരും ചോദിക്കുന്ന ഒരു ചോദ്യം, അത് പറയാൻ ഇവരാരാണ്? ഇനിയും അത് തന്നെ ഇനി കാലം പറയാൻ പോകുന്നത്. ഇത്രയും കാലം പോലും പലപ്പോഴും അങ്ങനെ ചോദിക്കുമ്പോൾ ഒരു മര്യാദ പുലർത്തിയിരുന്നു മറുപക്ഷം. പ്രതിരോധത്തിനകത്ത് ഒരു അല്പം ഒരു പിന്നോട്ട് മാറാറുണ്ടായിരുന്നു. ഇനി അതിന്റെ ആവശ്യമില്ല. യെസ്, സോ വാട്ട്, സംഘബന്ധം ഉണ്ട്, അതുകൊണ്ട് എന്താണ് സോ വാട്ട് എന്ന് ചോദിക്കണം. പ്രിയങ്കയുടെയും സഹോദരന്റെയും ഒക്കെ അല്ല, സഹോദരന്റെ വിഷയം നമുക്ക് ചർച്ച ചെയ്യണം. ഇത് തന്നെ ഒരു പ്രത്യേക വിഷയമായതുകൊണ്ടാണ് പ്രിയങ്കയുടെ കാര്യം മാത്രം ഞാൻ പരാമർശിച്ചത്. പറഞ്ഞോളൂ. കഴിവിനപ്പുറമാണ് ഭാരതം, പുതിയ കാല ഭാരതം മുന്നോട്ട് വെക്കുന്ന ദർശനം, കാഴ്ചപ്പാട്, ഉയർത്തുന്ന വെല്ലുവിളികളും. അതെ, സാർ പറഞ്ഞതിനോടൊരു കൂട്ടിച്ചേർക്കൽ കൊണ്ട് നടത്തുകയാണ്. പ്രിയങ്കയുടെ കഴിവിൻ്റെ കാര്യം സാറ് പറഞ്ഞു. പ്രിയങ്കയുടെ മാത്രമല്ല, പ്രിയങ്കയുടെ അമ്മയുടെയും മുത്തശ്ശിയുടെയും മുതുമുത്തശ്ശൻ്റെയും ഒക്കെ കഴിവിനപ്പുറത്താണ് എന്തായാലും RSS എന്നുള്ളത് ചരിത്രം തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. അതൊന്ന് കൂട്ടിച്ചേർത്തു. സാർ ഒരു ചോദ്യം കൂടി ചോദിച്ചോട്ടെ. ഇപ്പം ഈ വിഷയം അവസാനിപ്പിക്കുന്നതിന് ഈ ഗോമൂത്രത്തോടൊരു പുച്ഛവും വെറുപ്പും കലർന്നൊരു ഭാഷയുണ്ടല്ലോ, ആ ഭാഷ പുൽവാമ ആക്രമണത്തിൻ്റെ സമയത്ത് അത് ചെയ്ത ഭീകരവാദി പുറത്തുവിട്ടൊരു വീഡിയോയിലും ഇതേ ഭാഷയുടെ ഉപയോഗം. ഗോമൂത്രം കുടിക്കുന്നവരാണ്, ഇതേ പുച്ഛത്തോട് കൂടി വെറുപ്പോടും കൂടി തന്നെ. ഈ ഭാഷയ്ക്കൊരു സമാനതയില്ലേ പ്രിയങ്കയുടെ ഭാഷയ്ക്കും ജിഹാദിയുടെ ഭാഷയ്ക്കും? ആ സമാനത ഉണ്ടെന്നുള്ളതല്ല, ആ സമാനതയിൽ അതിശയമില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പം നടന്ന അത് വേറൊരു വിഷയമാണ്. ഈ കോക്രോച്ച് സമരവും ആ സമരത്തോട് പ്രിയങ്കയും രാഹുലൊക്കെ ചേർന്നെന്ന് പറയുന്ന പോലും പാകിസ്ഥാനിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആന്തരിക പ്രശ്നങ്ങളുടെ സാഹചര്യത്തിൽ അവർക്ക് പാകിസ്ഥാന്റെ സുരക്ഷയെ പരോക്ഷമായി സഹായിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഭാരതത്തിന്റെ ഭാഗത്തുനിന്ന് അങ്ങോട്ട് ഇടപെടൽ ഉണ്ടാകാതിരിക്കാനോ ഭാരതത്തെ കടന്നാക്രമിക്കുന്നതിന് അവർക്ക് അവസരം നൽകാനോ വേണ്ടിയാണ് ഈ കോക്രോച്ച് സമരവും അതോടൊപ്പം രാഹുലും പ്രിയങ്കയും ഒക്കെ നടത്തിയ സമര കോലാഹലം എന്നാണ് എൻ്റെ പക്ഷം. തീർച്ചയായിട്ടും വളരെ നന്ദി സാർ. കാരണം പ്രിയങ്ക ഗാന്ധിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം അവർ സംസാരിച്ചതിന് പാർലമെൻറ്റിൽ ചർച്ച ചെയ്തിരുന്ന വിഷയവുമായിട്ടും ബില്ലുമായിട്ടും ബന്ധമൊന്നും ഇല്ലായിരുന്നെങ്കിൽ പോലും അവരുടെ പ്രസംഗത്തെ വളരെ വ്യക്തമായി തന്നെ വിശകലനം ചെയ്തു. അപ്പോൾ ഇനി ഈ വിഷയത്തിൽ എന്തായാലും രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും കാര്യത്തിൽ ഒരു കാര്യം ഉറപ്പാണ്, നമുക്ക് വിഷയത്തിന് അവരൊരു പഞ്ഞവും ഉണ്ടാക്കില്ല. ദിനം ദിനം അവർ പുതിയ പുതിയ മണ്ടത്തരങ്ങളോ അല്ലെങ്കിൽ ഇതുപോലുള്ള അഹങ്കാരങ്ങളോ കാണിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. നമുക്കത് വീണ്ടും
പ്രസക്തമായ കാര്യങ്ങൾ നമുക്ക് വിശകലനം ചെയ്യുക തന്നെ ചെയ്യും. എന്തായാലും ഈ വിഷയത്തിൽ വളരെ വ്യക്തമായി സംസാരിച്ചതിന് വളരെ നന്ദി സർ. നമസ്കാരം.